പ്രതിരോധം എന്ന് പറയുന്നത് മനുഷ്യരുടെ സഹജമായ ഒരു കാര്യമാണ്. അതിന്റെ വലിയ തുടർച്ചയാണ്, സമൂഹ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹിക പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രതിരോധം എന്ന് പറയുന്നത്, വിസമ്മതം എന്ന് പറയുന്നത് ഇങ്ങനെ ഇന്നും ഈ കാലത്തും ഇവരൊക്കെ പറഞ്ഞ പോലെ ഈ കെട്ട കാലത്ത് നിലനിർത്തുന്ന, നമുക്ക് പ്രത്യാശ തരുന്ന വയറിന്റെ ഫൗണ്ടിങ് എഡിറ്ററാണ് ഇവിടെ ഉള്ളത്. വേണുവിന് എന്റെ അഭിനന്ദനങ്ങൾ. വേണുവിന് സമ്മാനം കൊടുത്ത നിങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ഇവിടെ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തില് പണിയെടുത്തിട്ടുള്ള ആളല്ല. അപ്പോ അതുകൊണ്ട് ഈ പറയുന്ന ഈ മെമ്മോറിയൽ ടോക്ക് നടത്തുന്ന സൈഫു ആവശ്യപ്പെട്ടപ്പോ ആദ്യം അമ്പരപ്പാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഈ ഒരു പ്രതിരോധം എന്ന് പറയുന്ന ഒരു വലിയ ആശയം നമ്മയൊക്കെ തമ്മിൽ കൂട്ടിയിണക്കുന്ന വലിയ ഒരു ചരട് ഇവിടെ നിലനിൽക്കുന്നതിനാലാണ് ഞാനത് ഏറ്റെടുത്തതെന്ന് പറയാം. മാധ്യമം നമുക്കൊക്കെ പറയുന്ന പോലെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഉള്ളിൽ പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഈ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണെന്നൊക്കെ പറയുന്ന ഒരു വലിയ ദാർശനിക മാനം അതിന് ജനം നൽകിയിട്ടുണ്ട്. ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനം നൽകിയ പദവിയാണ്. അത് നിയമപരമായി കിട്ടിയ പദവിയൊന്നുമല്ല. മറിച്ച് അങ്ങനെ ഒരു വലിയ സ്ഥാനം, ദാർശനികമായിട്ടുള്ള ഒരു വിശേഷണം കിട്ടിയ ഒരിടമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരുപാട് മാതൃകകൾ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മള് അതിനൊരു പദവി കൊടുത്തിട്ടുള്ളത്. ആ പദവി ഒരു പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളവർ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും ഒക്കെ ആയിട്ട് അത് ഒരു വലിയ ജിഗ്വയായി, മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജിഗ്വയായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഭരണഘടന മാധ്യമ പ്രവർത്തകർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും അവകാശമൊന്നും നൽകിയിട്ടില്ല. മറിച്ച് 19(1) എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സവിശേഷമായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. അത് പൊതുവെ പൊതുജനം അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാല് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നു എന്ന് മനുഷ്യരറിയുന്നത്, ഒരു സൊസൈറ്റി അറിയുന്നത്, ഒരു സമൂഹം അറിയുന്നത് മാധ്യമ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോഴാണ്. എന്ന് പറഞ്ഞാല് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ ഒരു അഗ്രഗാമിത്വം അത് ജനത മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ സാധിക്കും. അതിന്റെ കാരണം അവർ ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്ത കാലങ്ങളിലൂടെ നേടിയെടുത്ത ആ ഒരു സ്ഥാനാണെന്ന് പറയാം. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നമുക്കറിയാം മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്നു. ഗാന്ധി, അല്ലെങ്കിൽ ഗാന്ധിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, ഗാന്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഇസത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഒന്നും പുറത്ത് ഇറക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ഗാന്ധിസം എന്ന് വിളിക്കുന്നത് ഗാന്ധി എഡിറ്റർ ആയിട്ടുള്ള ഹരിജനിലൂടെയും യങ് ഇന്ത്യയിലൂടെയും അദ്ദേഹം പ്രകാശിപ്പിച്ച ആ ലേഖനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ അത് ആ ഗാന്ധിസം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അംബേദ്കർ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്രികകളിൽ കൂടെ മൂകനായിക് ആയിക്കൊള്ളട്ടെ, ബഹിഷ്കൃത ഭാരത് ആയിക്കൊള്ളട്ടെ, ജനത ആയിക്കൊള്ളട്ടെ, അതിനുള്ളിലൂടെയാണ് ഇന്ത്യയില് ജാതി വ്യവസ്ഥയുടെ ഈ ക്രൂരതകൾ മുഴുവൻ നമ്മളോട് പറഞ്ഞതും അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ജാതിയെ നിരോധിക്കുക, ജാതിയെ ഇല്ലാതാക്കുക, ജാതി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിൽ എത്തിച്ചേർന്നതും അങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഒരർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരായിരുന്നു എന്ന് പറയാം. മാത്രമല്ല, കെ എൻ പണിക്കരൊക്കെ ഈ കൾച്ചർ ഹെഗിമണി ഐഡിയോളജി എന്നൊക്കെ പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ ഇന്ത്യയിലെ ധിഷണ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ധിഷണയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ബുദ്ധിജീവിതത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതില് ആ ബുദ്ധിജീവിതത്തെ ഏറ്റെടുക്കാൻ മാത്രമല്ല ചെയ്തത്, അതിനെ പ്രകാശിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത്, അതിലിടപെടുന്ന ഒരു റോളും മാധ്യമങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോ ബംഗാളിലൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവിടൊക്കെ ഉണ്ടായി വരുന്ന ഈ പറയുന്ന നൈസർഗിക പാരമ്പര്യത്തിന്
വലിയ അർത്ഥത്തിൽ ജനകീയവൽക്കരിക്കുന്നത് പത്രങ്ങളാണെന്ന് കാണാൻ പറ്റും. പത്രത്തിന്റെ താളുകളിലാണ് ഏറ്റവും വലിയ ഡിസ്കോഴ്സസ് അന്ന് നടന്നിട്ടുള്ളത്. ഇപ്പോ പണിക്കരൊക്കെ ഉദാഹരണമായിട്ട് പറയുന്ന പോലെ ബോംബെയിൽ ആൾദൈവമായിരുന്ന ഈ വൈഷ്ണവന്റെ ആചാര്യനായിരുന്ന മഹാരാജ് എന്ന് പറയുന്ന ആളുടെ ആ ആശ്രമത്തിൽ നടന്നിരുന്ന വലിയ കുറ്റകൃത്യങ്ങള് അന്ന് മാധ്യമത്തിന്റെ താളുകളിൽ ചർച്ചയാവുന്നുണ്ട്, പത്രത്തിന്റെ താളുകളിൽ ചർച്ചയാവുന്നുണ്ട്. അങ്ങനെയാണത് ഒരർത്ഥത്തില് ഇന്ത്യയിലെ ഈ മതപരമായ ഈ ഹാലോയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ പോലും വിചാരണ ചെയ്യാന്ന് പറയുന്ന, അതിനെ പോലും നേരിടാന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയൊക്കെ വളരുന്നത്. സാധാരണ ജനതയെ എംപവർ ചെയ്യുന്നത്, സാധാരണ ജനതയെ ശാക്തീകരിക്കുന്നതിൽ അങ്ങനെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് ഡോക്ടർ പൽപുവിന്റെ ഒരു എഴുത്താണ് യഥാർത്ഥത്തില് ഇന്ത്യൻ കേരളത്തിനുള്ളിലെ, സവിശേഷമായി പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ ജാതി വ്യവസ്ഥയെ പുറത്തെത്തിച്ചത്. പൽപു അതിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ ഇരയല്ല ജാതി വിവേചനത്തിന്റെ, മൂന്നാമത്തെ ഇരയാണ്. എന്റെ വീട്ടിൽ തന്നെ മൂന്നാമത്തെ ഇരയാണ്. ആദ്യത്തെ ഇര എന്റെ അച്ഛനാണ്. എന്റെ അച്ഛന് ഇവിടെ ജോലി കൊടുത്തില്ല, തിരുവിതാംകൂർ മഹാരാജാവ് വന്ന് ജോലി കൊടുത്തില്ല. അത്യാവശ്യം എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉണ്ടായിട്ട് പോലും എന്റെ അച്ഛന് ഇവിടെ ജോലി കൊടുത്തില്ല. എന്റെ ചേട്ടന് ഇവിടെ ജോലി കൊടുക്കാതെ അദ്ദേഹം മലബാറിലേക്ക് പോയിട്ടാണ് അവിടെ അവിടുത്തെ ജുഡീഷ്യൽ സർവീസിൽ കയറി പറ്റുന്നത്. മൂന്നാമത്തെ ആളാണ് ഞാൻ. എനിക്ക് ഇവിടെ പരീക്ഷ പാസ്സായിട്ടും ഈ ഡോക്ടർ ആവാൻ വേണ്ടിയുള്ള വൈദ്യശാസ്ത്രം പഠിക്കാനായിട്ടുള്ള അവസരം തന്നില്ല. ഞാൻ പുറത്തു പോയി പഠിക്കേണ്ടി വന്നു. പുറത്തു പോയി പഠിച്ച് വന്നിട്ടും എനിക്കിവിടെ ജോലി തരുന്നില്ല. നമുക്ക് വീണ്ടും നീട്ടിപ്പിടിച്ചാൽ പൽപുവിന്റെ മകന് നടരാജ ഗുരുവിന്, അദ്ദേഹം സോർബോണിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തതെന്ന് അറിയാം. സാസ്ത്ര പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തിട്ട് തിരുവിതാംകൂറിൽ എത്തുന്നത്. അദ്ദേഹത്തിനും ജോലി കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ടുള്ള കത്തുകളൊക്കെ വരുന്നതെന്ന് പത്രത്തിന്റെ താളുകളിലാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രശ്നങ്ങള് നിയമസഭയ്ക്കുള്ളിലോ, അല്ലെങ്കിൽ നിയമസഭ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ഡിസിഷൻ മേക്കേഴ്സിന്റെ മണ്ഡലത്തിനുള്ളിൽ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, അത് പുറത്ത് ചർച്ച ചെയ്യണം. അങ്ങനെ പുറത്ത് ചർച്ച ചെയ്യുന്നത് വഴിയാണ് ഈ ജനതയ്ക്ക് അധികാരം എന്ന് പറയുന്ന ആ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജനതയുടെ ഒരു പങ്കാളിത്തം കൂടി വരുള്ളൂ എന്ന് പറയുന്ന ആദ്യത്തെ ജനാധിപത്യത്തിന്റെ ആദ്യത്തെ വലിയ കിരണങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. ആ അർത്ഥത്തില് നവോത്ഥാനത്തൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രോസസ്സിന്റെ വലിയ പാരമ്പര്യം, അല്ലെങ്കിൽ അതിനെ പ്രസരിപ്പിച്ചതിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാം. അതുകൊണ്ടാണ് സ്വദേശാഭിമാനിയെ നമ്മൾ ഇന്നും ഓർക്കുന്നത്. അതുകൊണ്ടാണ് വക്കമൗലവിയെ നമ്മൾ ഇന്നും ഓർക്കുന്നത്. അപ്പൊ ഇങ്ങനെ വലിയ തരത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പായാലും പിന്നീടായാലും ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ കേരിയേഴ്സായി, വലിയ വാഹകരായിട്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് വലിയ റോള് റെസിസ്റ്റൻസിന്റെ ഭാഗത്ത് മാധ്യമങ്ങള് നടത്തുന്നുണ്ട്. ഇങ്ങനെ ഈ ചരിത്രമാണ് യഥാർത്ഥത്തിൽ മാധ്യമ ചരിത്രം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ കെട്ടുന്നത്. നമ്മള് അങ്ങനെ ഒരു ബിംബമാണ് മാധ്യമ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുള്ളത്. ഈ ഉറച്ചുപോയ ഈ തരത്തിലുള്ള ബിംബാവലി കൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന്, ഗോദി മീഡിയ എന്നൊക്കെ വിളിക്കുന്ന ഇത്തരം മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രൊപ്പഗാൻഡിസ്റ്റുകളായിട്ട് മാറുന്ന മാധ്യമ പ്രവർത്തനത്തിന് മുന്നില് നമ്മൾ ഒരു പക്ഷേ സാധാരണ മനുഷ്യർ പകച്ചു നിൽക്കുന്നത്. ഇപ്പോ കേരളീയരൊക്കെ കാലത്ത് പത്രം വായിക്കാണ്ട് പുറത്തിറങ്ങാത്ത മനുഷ്യനായിരുന്നു. ആ തരത്തില് അത് പത്രം സമം സത്യം, അല്ലെങ്കിൽ മീഡിയ സമം പുരോഗമനം എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ നമ്മുടെ ഉള്ളില് അത്രമേൽ രൂഢമൂലമായതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥയില് നമ്മൾ അല്പമെങ്കിലും ചകിതരായിട്ട് തീരുന്നതെന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാധ്യമ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കാണുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ട തരത്തിലുള്ള ഒരു ചരിത്ര വഴിയായിരുന്നു അതിനെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മളിവിടെ ഒരു ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പുമുള്ള ഈ പുരോഗാമികളായിട്ടുള്ള പത്രപ്രവർത്തകരെയും പുരോഗാമികളായിട്ടുള്ള മാധ്യമങ്ങളെയും മാത്രമാണ് നമ്മൾ ഈ സെലക്ടഡ് ഹിസ്റ്ററിയിൽ എടുത്തു വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യൻ വലതുപക്ഷം എന്ന് വിളിക്കുന്ന ഒരു പക്ഷേ നവബ്രാഹ്മണിസം എന്നൊക്കെ ഇന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു സംഗതിക്ക്
ഏറ്റവും കരുത്ത് പകർന്നതും ഈ മാധ്യമ ചരിത്രം തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് മറക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പോ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഈ ഗോദി മീഡിയ, ഇപ്പൊ ഉണ്ടായ ഒന്നാണ് ഈ പറയുന്ന തരത്തിലുള്ള പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിട്ടുള്ള മീഡിയ എന്നുള്ള തരത്തിലേക്ക് നമ്മൾ മാറുന്നതെന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഗാന്ധിയിലേക്ക് പോവാണ്. ഗാന്ധിയാണ് ഒരു പക്ഷേ ആദ്യത്തെ മാധ്യമ വിമർശകൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ. ഗാന്ധിയാണ് ആദ്യമായി പത്രക്കാരനെ ഏറ്റവും ഒരുപക്ഷെ ഗാന്ധിയുടെ നാവിൽ നിന്ന് വീഴാവുന്ന ഏറ്റവും നികൃഷ്ടമായ പദം കൊണ്ട് ഇത് വിളിക്കുന്നത് 1926 വിളിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദു വംശീയത സൃഷ്ടിക്കാനുള്ള പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധി ഈ കമന്റ് പറയുന്നത്, വാക്കിംഗ് ഫ്ലാഗ് എന്ന് ജേർണലിസ്റ്റിനെ വിളിക്കുന്നത്. അന്ന് ആര്യസമാജം, നമുക്കറിയാം, ആര്യസമാജാണ് ഇന്ത്യയിൽ ഒരു ഹിന്ദു വംശീയത ഉണ്ടാക്കാൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോഴും നമ്മൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ മനുവാദ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായിട്ടാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു വലിയ വ്യത്യാസം അതിൻ്റെ ഉള്ളിലുണ്ട്. മനുവാദ രാഷ്ട്രീയമായിരുന്നില്ല ഈ, അല്ലെങ്കിൽ ആ മനുവാദത്തിൻ്റെ നേരിട്ടുള്ള തുടർച്ചയോ പ്രയോഗമോ അല്ല യഥാർത്ഥത്തിൽ ഈ ഹിന്ദു വംശീയവാദികൾ നടത്തിയത്. അതിനൊരു വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, മനുവാദം എല്ലാത്തിനെയും പുറന്തള്ളുന്നൊരു രീതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സവർണരിൽ താഴെയുള്ള മനുഷ്യർക്ക് അടുത്തു വരാൻ പറ്റില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നിച്ച് കൂടിയിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പുറത്തേക്ക് തള്ളുന്ന, അല്ലെങ്കിൽ ഇൻക്ലൂസീവായ ഒന്നായിരുന്നില്ല അത്, മറിച്ച് എക്സ്ക്ലൂസീവായ ഒന്നായിരുന്നു. ബ്രാഹ്മിൻ എന്ന് പറഞ്ഞാൽ ശുദ്ധരായിട്ടുള്ള മനുഷ്യരാണ്. അവിടേക്ക് ഒരു കലർപ്പിനെ അടുപ്പിക്കില്ലായിരുന്നു. 7 ബന്ദികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമുദ്രബന്ദി, പിന്നെ അതുപോലെ തന്നെ ബേട്ടിബന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വസ്ത്രം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പല ആളുകൾക്കും വ്യവസായം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല വിലക്കുകളും ഇതിനുള്ളിൽ തന്നെ മനുവാദത്തിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഇതല്ല യഥാർത്ഥത്തിൽ RSSും സവർക്കറും ചെയ്തത്. RSSും സവർക്കറും ചെയ്തത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണിസത്തെ, അല്ലെങ്കിൽ ബ്രാഹ്മണ ജാതിയെ മതത്തിന്റെ അതിർത്തിയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിസത്തെ ഏറ്റവും അവസാനത്തെ, ഹിന്ദുമതത്തിലെ ഏറ്റവും അവസാനത്തെ മനുഷ്യരെ കൊണ്ടും ബ്രാഹ്മണിസത്തെ പ്രകീർത്തിക്കുന്ന തരത്തിൽ അങ്ങനെ മാറ്റി തീർക്കുക എന്ന് പറയുന്ന ഒരു റേസിസം. ഇന്ത്യയിൽ റേസിസം സാധ്യമല്ല നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു വംശീയത സാധ്യമല്ല എന്നറിയാം. എങ്കിൽ പോലും വ്യാജമായൊരു വംശീയത കൊണ്ടുവരാനാണ്, ഹിന്ദു റേസ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ സവർക്കറും പിന്നീട് ഈ സവർക്കർ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട RSSും ചെയ്തതെന്ന് നമുക്കറിയാം. ഉദാഹരണമായിട്ട് ഗോഡ്സെ ഗാന്ധിയെ കൊന്ന ശേഷം കോടതിയിൽ പറയുന്ന പ്രസ്താവനയിൽ പറയുന്ന, ഞാൻ RSSകാരനായിരുന്നു, പക്ഷേ RSSന്റെ ജാതി വിരുദ്ധ ഘടകത്തിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോ മനസ്സിലാക്കേണ്ടത് ഈ RSSന്റെ ജാതി വിരുദ്ധത എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഇപ്പം ദ്രൗപദി മുർമുവിനെ പ്രസിഡന്റായിട്ട് ഇരുത്തുന്ന മോദിയെ, പിന്നോക്കക്കാരനായ മോദിയെ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്തുന്ന ഒരു ജാതി വിരുദ്ധത, സോഷ്യൽ എഞ്ചിനീയറിംഗ് അവരെപ്പോഴും അത് കാണിച്ചിട്ടുണ്ട്. അവരെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസത്തിന്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്ന തരത്തില് ഏറ്റവും താഴെക്കടയുള്ള ഹിന്ദുമതത്തിന്റെ ജാതി ശ്രേണിയിൽ ഏറ്റവും അവസാനത്തെ ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഹിന്ദു ദേശീയത എന്ന് പറയുന്ന, ഹിന്ദു വംശീയത എന്ന് പറയുന്ന ഒരു ആശയമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ കൊണ്ടുവരാൻ ശ്രമിച്ചത് ആദ്യം ചെയ്തത് ഹിന്ദു സംഘാടൻ എന്ന് പറയുന്ന, ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വെക്കുകയാണ് ചെയ്തത്. അതില് ആദ്യം ദയാനന്ദ സരസ്വതിയാണ് പണിയെടുത്തത്. ആര്യസമാജാണ് അതിൽ വലിയ പണിയെടുത്തതെന്ന് പറയാം. ആര്യസമാജം ഇതിനെ സെമിറ്റിസൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഹിന്ദു എന്ന് പറയുന്ന അനേക ജാതിയായിട്ട് കിടക്കുന്ന ഒരു മതമല്ലാത്ത ഒരു സംഗതിയെ ഒരു പ്രത്യേക തരം ഒരു ഇന്ത്യൻ സെമിറ്റിസൈസേഷൻ നടത്താൻ ദയാനന്ദ സരസ്വതി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹിന്ദു മതത്തിലേക്ക് മതം മാറാം എന്ന് പറയുന്ന ഒരു സംഗതി വരികയാണ്.
അതിനു മുമ്പ് ഹിന്ദു മതത്തിലേക്ക് പുറത്തെ മതത്തിൽ നിന്ന് ഒരാൾക്കും വരാൻ പറ്റില്ല. കാരണം അത് ഒരാള് മതം മാറുകയാണെങ്കിൽ ഇയാളെ ഏത് ജാതിയിൽ എടുക്കുന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇയാളെ ബ്രാഹ്മണനായിരുന്ന ഇപ്പൊ ഒരു മുസ്ലിം ഹിന്ദു മതത്തിലേക്ക് മതം മാറുകയാണെങ്കിൽ ഇയാളെ ബ്രാഹ്മണനാക്കുകയാണോ വേണ്ടത്, ക്ഷത്രിയനാക്കുകയാണോ, അതോ പഞ്ചമനാക്കുകയാണോ, ദളിതനാക്കുകയാണോ വേണ്ടതെന്നൊക്കെ പറയുന്ന 100,000 പ്രശ്നങ്ങൾ ഇതിലുള്ളത് കൊണ്ട് ഹിന്ദു മതത്തിലേക്ക് മതം മാറുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ തന്നെ ജാതിഘടനയുടെ പ്രത്യേകത ഉള്ളത് കൊണ്ട് ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ജനിച്ചോര്, പിന്നെ വക്ഷത്തിൽ നിന്ന് ജനിച്ചോരെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്മൃതി ശ്രുതി പുരാണോക്തമായിട്ടുള്ള മതമായി അതിനെ നിർവഹിച്ചുകൊണ്ട് ഇതിനുള്ളിലേക്ക് മതം മാറുക എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് വിലക്കുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് മാറ്റിയാണ് ദയാനന്ദ സരസ്വതി ചെയ്തത്. അദ്ദേഹം ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നു. ശുദ്ധി പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോ ഈ ശുദ്ധി മൂവ്മെന്റിന്റെ താത്വികമായ അടിത്തറയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ഹിന്ദുക്കളായിരുന്നു. അവര് മതം മാറി പോയതാണ്. ഇപ്പൊ ഈ അവസാനം മോഹൻ ഭാഗവതും അത് പറയുന്നുണ്ട്. മോഹൻ ഭാഗവത് ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സൊസൈറ്റിനെ നിർവഹിച്ചപ്പോ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളില്ല, മൈനോറിറ്റീസ് ഇല്ല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടായിരുന്നു. മറിച്ച് 4 തരം ഹിന്ദുക്കളാണ് ഉള്ളതെന്നൊക്കെ പറയുന്ന തരത്തില് ഒരു പക്ഷേ ഈ വാദത്തിന്, ഈ ദയാനന്ദ സരസ്വതിയുടെ വാദത്തെ കണ്ടംപററൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ അടുത്ത കാലത്ത് നടത്തുന്നുണ്ടായി. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ ഹിന്ദു മതത്തിലേക്ക് മതം മാറാം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവന്നിട്ട് ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിട്ടുള്ള സ്വാമി ശ്രദ്ധാനന്ദൻ എന്ന് പറയുന്ന ആള് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ദയാനന്ദ സരസ്വതിയുടെ മരണശേഷം ശ്രദ്ധാനന്ദാണ് ഇതൊരു തീവ്രവാദമാക്കി വളർത്തിയെടുക്കുകയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യുപിയിൽ ഒരുപാട് മുസ്ലിങ്ങളെ ഹിന്ദുക്കളാക്കുന്ന പ്രക്രിയ തുടങ്ങുകയും ചെയ്തു. ഈ മൽക്കാന മുസ്ലിംസ് എന്ന് പറയുന്ന, അപ്പം വെഗിടിക്കൊക്കെ കുറെ കൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇറ്റാവ, മെയിൻപുരി, ആഗ്ര, ഈ പടിഞ്ഞാറൻ യുപിയിലാണ് ഈ മൽക്കാന മുസ്ലിംസ് ആണ് അവര്. ഈ മൽക്കാനകളെയാണ് ആദ്യമായിട്ട് ഈ ശുദ്ധി പ്രസ്ഥാനം വഴി വ്യാപകമായിട്ട് മതം മാറ്റുന്നത്. ഇത് വലിയ സംഘർഷങ്ങൾക്കിടയിൽ ഇടവരുത്തി. ഈ സംഘർഷങ്ങളുടെ ഭാഗമായി നിരവധി ലഘുലേഖകൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോ ഇസ്ലാം മതത്തിനെ അങ്ങേയറ്റം അപഹസിച്ചു കൊണ്ടുള്ള നിരവധി ലഘുലേഖകൾ ആ കാലത്ത് പുറത്തിറങ്ങുന്നുണ്ട്. ആ പുറത്തിറങ്ങിയ ലഘുലേഖകൾ ഇങ്ങനെ മുസ്ലിങ്ങളെ ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റുക, ഇതൊക്കെ ഉണ്ടാക്കിയ സംഘർഷങ്ങളുടെ ഫലമായിട്ട് 1926 ഡിസംബർ 23 ശ്രദ്ധാനന്ദ് കൊല്ലപ്പെടുകയാണ്. ശ്രദ്ധാനന്ദനെ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന ഒരാളാണ് കൊല്ലുന്നത്. അപ്പൊ ഗാന്ധി ആ സമയത്ത് വലിയ അർത്ഥത്തില് ബ്രാഹ്മണ മൂവ്മെന്റ് ആയിരുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന മൂവ്മെന്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖിലാഫത്ത് വന്നതോടുകൂടി 1920കളിൽ ഖിലാഫത്ത് പ്രസ്ഥാന വിജയം ആയതോടുകൂടി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപക്ഷെ 1857 ശേഷം 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം തോളോട് തോൾ ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുന്ന കാലമാണ്. ആ കാലത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗാന്ധിക്ക് ഈ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യയിൽ വളരെ പടിപ്പെട്ട് ഒരു സ്ട്രഗിളിന്റെ സ്ഥലത്ത് ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ അബ്ദുൾ റാഷിദ് ശ്രദ്ധാനന്ദനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഗാന്ധി അന്ന് ഈ കൊലപാതകം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുകയാണ്, ഗുവാഹത്തി കോൺഫറൻസ് നടക്കുകയാണ്. ഗാന്ധി അപ്പൊ തന്നെ പ്രസംഗിച്ചു. വിവരറിഞ്ഞ വഴിക്ക് ഗാന്ധി അവിടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഊന്നി പറയുന്ന കാര്യം, ഇത് ഇപ്പൊ ഒരു കൊലപാതകം നടന്നു, അതൊരു പ്രകോപനം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഹിന്ദുക്കള് ഈ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങരുത്. മാത്രമല്ല, ഈ അദ്ദേഹത്തിന്റെ ഒരു ഭാഷയെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു പിതാവിന്റെ മക്കളാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഈ ഇന്ത്യയിൽ ഒരു പിതാവിന്റെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ആ പിതാവ് നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നു, മുസ്ലിം എന്ന് വിളിക്കുന്നു, ഹിന്ദു എന്ന് വിളിക്കുന്നു എന്ന് മാത്രം എന്ന അർത്ഥത്തില് ഗാന്ധി തൻ്റെതായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിന്റെ അവസാനം ഗാന്ധി പറഞ്ഞു, എൻ്റെ സഹോദരനാണ് അബ്ദുൾ റാഷിദ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് അബ്ദുൾ റാഷിദ് വേറൊരാളല്ല, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള, നമ്മുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ആളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരനാണ് അബ്ദുൾ റാഷിദ്. ഇവിടെ നിറഞ്ഞു നിന്ന വെറുപ്പാണ് അബ്ദുൾ റാഷിദിനെ
കൊലയാളിയാക്കുന്നത് എന്ന അർത്ഥത്തിൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. ഇത് ആ സമയത്ത് രത്നഗിരി ജില്ലയിൽ കഴിയാണ് വി.ഡി. സവർക്കർ. ജയിലിൽ നിന്ന് മാപ്പൊക്കെ എഴുതി പുറത്തു വന്നു. രത്നഗിരി ജയിലിൽ രത്നഗിരി ജില്ലയിൽ ജില്ലാ തടവിൽ കഴിയാണ് സവർക്കർ. സവർക്കർ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. കൊലയാളിയെ, ഒരു മുസ്ലിം കൊലയാളിയെ സഹോദരൻ എന്ന് വിളിച്ച ഗാന്ധിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിൽ വലിയ തരത്തിലുള്ള പ്രചരണം അദ്ദേഹം വിവിധ പത്രമാസികകളിൽ കൂടിയാണ്, വിവിധ ഈ റൈറ്റ് വിങ്ങിന്റെ ഹാൻഡിൽസ് എന്ന് വിളിക്കാവുന്ന മാധ്യമങ്ങളിൽ കൂടിയാണിത് വലിയ അർത്ഥത്തിൽ പുറത്തു വരുന്നത്. മാത്രമല്ല, സവർക്കർ ആ സമയത്ത്, സവർക്കറിന്റെ അനിയൻ നാരായൺ ദാമോദർ സവർക്കർ എന്ന് പറയുന്ന ഇളയ അനിയൻ ഈ ശ്രദ്ധാനന്ദൻ മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു പത്രിക തന്നെ തുടങ്ങുന്നു. ശ്രദ്ധാനന്ദൻ തന്നെയായിരുന്നു ആ പറയുന്ന മാധ്യമത്തിന്റെ പേര്. ഈ ശ്രദ്ധാനന്ദൻ എന്ന് പറയുന്ന പത്രിക ഗാന്ധിക്കെതിരെ നിരന്തരമായി ഈ പറയുന്ന തരത്തിൽ ഗാന്ധി ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വലിയ പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട്. ആ സമയത്താണ് വാക്കിംഗ് ബ്ലാക്ക് എന്ന് ഗാന്ധി പത്രക്കാരെ വിളിക്കുന്നത്. അപ്പോ ഈ വലതുപക്ഷത്തിന്റെ വളർച്ച ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത് ആധുനിക മാധ്യമങ്ങളെ ഉപയോഗിച്ചാണെന്ന് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം അനുവാദമാണ്, പ്രാകൃതമാണ് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു നവബ്രാഹ്മണിസം ഉണ്ടാക്കുന്ന, ഈ മനുവാദത്തിൽ നിന്നൊരു നവബ്രാഹ്മണിസം സൃഷ്ടിക്കുന്നത് ഈ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ്. അത് തുടങ്ങി വെക്കുന്നത് ഈ സവർക്കർ അല്ല, മറിച്ച് കുറച്ചും കൂടി പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറാത്ത പ്രവിശ്യയിൽ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായി ഒരുപാട് വലതുപക്ഷ പത്രികകൾ പുറത്തിറങ്ങുന്നുണ്ട്, ഒരുപാട് റൈറ്റ് വിങ് ഹാൻഡിൽസ് പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്ന നിബന്ധമാല എന്ന് പറയുന്ന മാധ്യമമായിരുന്നു. ഈ നിബന്ധമാല വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അതിന്റെ എഡിറ്റർ. ഈ നിബന്ധമാലയിൽ ഒരു പ്രത്യേകത, നിബന്ധമാലയിൽ ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ മാത്രമായിരുന്നു, ബാക്കി ആരുടെയും ലേഖനങ്ങളില്ല, സ്വന്തം ലേഖനങ്ങൾ മാത്രം. നമ്മുടെ ഇന്നത്തെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു പ്രാകൃത രൂപം എന്ന് പറയാം. തൻ്റെ ലേഖനങ്ങൾ മാത്രമുള്ള ഒരു പത്രിക ആണ് ചിപ്ലുങ്കർ പുറത്തിറക്കുന്നത്. ഈ ലേഖനങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ ഇതിൽ കൂടെ അദ്ദേഹം ഉദ്ദേശിച്ച ആശയപ്രചരണം എന്ന് പറയുന്നത് ഹിന്ദു മതം നവോത്ഥാനം മൂലം തകരരുത്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കേരളത്തിലെന്ന പോലെ മറാത്ത പ്രവിശ്യയിലും വലുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മഹാത്മാ പൂലെയൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ നിരവധി തരത്തിൽ ഈ ബ്രാഹ്മണിസത്തിന് ഉടവ് തട്ടുന്ന കാലാണ്. അപ്പോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടുന്നു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടത്തി വന്നവർ മുഴുവൻ തൻ്റെ മതത്തിലെ പ്രാകൃതാചാരങ്ങളെ തിരിച്ചറിയുന്നു, അതിനെതിരെ നിലകൊള്ളുന്നു. ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് ചിപ്ലുങ്കർ ഈ നിബന്ധമാല പുറത്തിറക്കുന്നത്. ചിപ്ലുങ്കർ ചെയ്ത ഒരു കാര്യം, ഈ ആധുനികതയും ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളും തമ്മിൽ യാതൊരു സംഘർഷം ഇല്ലാന്ന് സ്ഥാപിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിപ്പിച്ചു കുട്ടിയെ കളയുന്ന പോലെയാണ് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾ ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും ചോദ്യം ചെയ്യുക വഴി ചെയ്യുന്നതെന്ന് പറയുന്ന തരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കുകയാണ് ചിപ്ലുങ്കർ ചെയ്തത്. അത് ആധുനികതയെ നിരാകരിച്ചില്ല, പക്ഷെ ആധുനികതയ്ക്കൊപ്പം പോകുന്ന ഒന്നായി ഈ ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദുമത തത്വങ്ങളെയും അദ്ദേഹം നിർവചിക്കുകയാണ് ചെയ്തത്. ഇതാണ് പിന്നീട് തിലക് ഏറ്റെടുക്കുന്നത്. ലോക്മാന്യ എന്നൊക്കെ പേര് കിട്ടിയ ബാൽഗംഗാധർ തിലക് 2 പത്രിക 81 തുടങ്ങുന്നുണ്ട്, 1881. ഒന്ന് കേസരി എന്ന് പറയുന്നത്, ഒന്ന് മറാത്ത എന്ന് പറയുന്നത്. കേസരി മറാത്ത ഭാഷയിലായിരുന്നു, മറാത്ത എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലാണ് തുടങ്ങുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഉത്ഭവം നോക്കിക്കഴിഞ്ഞാല് അത് രണ്ടും യഥാർത്ഥത്തിൽ ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അന്ന് തിലകിന്റെ ഒപ്പം ഗണേഷ് അഗാർക്കർ എന്ന് പറയുന്ന ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ ഒരു നവോത്ഥാന നായകരിൽ പ്രധാനിയായിട്ടുള്ള ആള് കൂടെ ഉണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തിലക് ഇത് പിടിച്ചെടുക്കുകയും അഗാർക്കർ ഇതിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നുണ്ട്. തിലക് ഈ കേസരിയെയും മറാത്തയെയും ഉപയോഗിച്ചത്, ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചത് 2 കേസുകളുടെ പശ്ചാത്തലത്തിലാണ്. ഒരു കേസ് നിങ്ങൾക്ക് ഇപ്പം ഒരുപക്ഷെ എല്ലാവർക്കും പ്രശസ്തമായിട്ടുള്ള കേസാണ് രുക്മാബായി കേസ് എന്ന് പറയുന്ന രീതിയിൽ വളരെ ഇന്ത്യയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേസാണ്. ഇന്നിപ്പം ഈ ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട്, സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്ത്രീ ഉണർച്ചയുടെയും ഭാഗമായിട്ട് ഈ രുക്മാബായി കേസൊക്കെ വീണ്ടും ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയുണ്ടായി.
ഈ രുക്മാബായി കേസ് വരുന്നതും ഈ പത്രത്തിൽ കൂടിയാണ്. രുക്മാബായി ഒരു ഹിന്ദു വനിത എന്നുള്ള പേരിൽ നേരിട്ട് എഴുതാതെ 2 കത്തുകൾ അക്കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട്. 1885 ഓർക്കണം. ആദ്യത്തെ കത്ത് ബാല്യവിവാഹത്തിനെതിരായിട്ടാണ്. അപ്പോൾ ആരാണെന്ന് അറിയില്ല. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു കത്ത് വരുന്നു, ഹിന്ദു ലേഡി എന്ന് പറയുന്ന ആ ടൈറ്റിലാണ് വരുന്നത്. അതിൽ ബാല്യവിവാഹം എങ്ങനെയാണ് ഇന്ത്യൻ സ്ത്രീയെ, ഹിന്ദു സ്ത്രീയെ അവരുടെ ജീവിതത്തിൽ അവര് ഉദ്ദേശിച്ച തരത്തിലേക്ക് വളരാൻ സാധിക്കാത്ത വിധം ഒരു വലിയ തടവറയായി തീരുന്നതെന്ന് വളരെ വിശദമായിട്ട് ഈ കത്തിൽ പറയുന്നുണ്ട്. ആരാന്നറിയില്ല. മാത്രല്ല കത്തിൽ ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിൽ ഇടപെടണം. അന്ന് 10 വയസ്സ് ആയിക്കഴിഞ്ഞാൽ വിവാഹപ്രായമായി. അപ്പൊ ഇതില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെടണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് ആ കത്തിലുള്ളത്. രണ്ടാമത്തെ കത്ത് 1985 ജൂൺ 26 ഈ കത്ത് വരുന്നത്. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1985 സെപ്റ്റംബർ ആയപ്പോൾ മറ്റൊരു കത്തും കൂടി വരുന്നുണ്ട്. ആ കത്തില് രുക്മാബായി ഊന്നിയിരുന്നത് വിധവകൾ, നിർബന്ധിത വിധവ പദവിയെ ആണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ പറയുന്ന ബാല്യവിവാഹത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ ചിലപ്പോ വളരെ പ്രായമായിട്ടുള്ള ആളായിരുന്നു. ഇന്ത്യയിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 95 വയസ്സായ ഒരാൾ 11 വയസ്സായ സ്ത്രീയെ കല്യാണം കഴിച്ച ചരിത്രം വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പ്രായവ്യത്യാസമുള്ള ആൾ കല്യാണം കഴിച്ച സ്വാഭാവികമായിട്ട് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ അയാൾ മറിഞ്ഞുകൊണ്ട് മരിക്കും. പിന്നീട് ഇവർക്ക് വിധവാ പദവിയാണ്, നിർബന്ധിത വിധവാ പദവിയാണ്. ഇതൊരിക്കലും പുരുഷന്റെ മേലില്ല. പുരുഷന് നിർബന്ധിതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിധുര പദവി കൊടുക്കുന്നുമില്ല. അയാൾക്ക് അയാളുടെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം, അയാൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, അതൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മൊബിലിറ്റി തടയപ്പെടുകയാണ്. അപ്പൊ രണ്ടാമത്തെ കത്തിൽ രുക്മാബായി ചൂണ്ടിക്കാട്ടിയത് ഇതാണ്. ഈ 2 കത്ത് വന്നതോടുകൂടി മറാത്ത പ്രവിശ്യയില്, ബോംബെ പ്രോവിൻസിൽ അത് വലിയ ഡിസ്കഷനിലേക്ക് പോയി. ഡിസ്കഷനിലേക്ക് പോകുന്നതിനൊപ്പം രുക്മാബായി കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. രുക്മാബായി 1864 രുക്മാബായി ജനിക്കുന്നത്. 11 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. അതിനു മുമ്പ് രുക്മാബായിയുടെ അച്ഛൻ മരിച്ചുപോയി. ജനാർദ്ദൻ പാണ്ഡുരംഗ് എന്ന് പറയുന്ന രുക്മാബായിയുടെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് അമ്മയാണ് വളർത്തുന്നത്. അമ്മ ഒരു ഘട്ടെത്തുമ്പോൾ, ഇവര് ബ്രാഹ്മണരല്ല, ഇത് താഴ്ന്ന ജാതി ആയതുകൊണ്ട് അമ്മ, എന്നാൽ പണവും കുറച്ച് സൗകര്യങ്ങളുള്ള കുടുംബമായതുകൊണ്ട് അമ്മ 2ാമത് കല്യാണം കഴിക്കുന്നുണ്ട്. ഈ 2ാമത് കല്യാണം കഴിച്ച ഡോക്ടർ സഖാറാം അർജുൻ എന്ന് പറയുന്ന ഈ ഡോക്ടർ രുക്മാബായിയെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുത്താണ് വളർത്തുന്നത്. സാധാരണനായ വളർത്തച്ഛൻ എന്നാണ് രുക്മാബായി എന്നെ പിന്നീട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സാധാരണ നിലയ്ക്ക് 11 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കണം. ആ നിലയ്ക്ക് 11 വയസ്സായപ്പോൾ ഒരു വരനെ കണ്ടെത്തുന്നു. സഖാറാം അർജുന്റെ 2ാമനച്ഛന്റെ ഒരു ബന്ധുവിനെ തന്നെയാണ് വരനായിട്ട് കണ്ടെത്തുന്നത്. ദാദാജി എന്ന് പറയുന്ന വരനെ കണ്ടെത്തുന്നു, കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇവരുടെ അച്ഛൻ, രുക്മാബായിയുടെ ഈ 2ാനച്ഛൻ പറഞ്ഞു, അങ്ങോട്ട് പോണ്ട, ഭർത്താവിന്റെ വീട്ടിൽ പോണ്ട, ഈ വീട്ടിൽ തന്നെ നിൽക്കുക. അപ്പോൾ ദാദാജി അവിടെയാണ് നിൽക്കുന്നത്, ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നത്, എല്ലാ ചെലവും കൊടുക്കുന്നത് ഇവരാണ്. ഇയാള് ഈ പറയുന്ന വലിയ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ ഒരു പഠിക്കും പോവാതെ പഠിപ്പ് നിർത്തി, ചീത്ത കൂട്ടുകെട്ടിപ്പെടുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്ഷയം പിടിക്കുന്നു, ഇവര് നോക്കുന്നു. ഇങ്ങനെയാണ് കഴിയുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുമ്പോൾ അദ്ദേഹം നിർബന്ധിക്കാൻ തുടങ്ങി. ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ രുക്മാബായിയെ പിടിച്ചുകൊണ്ടുപോകാൻ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രുക്മാബായി കേസിന് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു വനിത അത്തരം കേസിന് പോകുന്നതെന്ന് ആലോചിക്കണം. കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്തിട്ട് പറയുന്നു, കേസില് വേറൊന്നും ഇപ്പൊ പീഡനം എന്നുള്ള ഒന്നല്ല പറയുന്നത്, എന്റെ ഇഷ്ടത്തിനല്ല എന്റെ കല്യാണം നടന്നത്. 11 വയസ്സിൽ എന്നോട് ആരും ചോദിക്കാതെയാണ് ഈ കല്യാണം നടന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കൊട്ടിഘോഷിക്കുന്ന മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിൽ നിന്ന് മോചനം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത്. ആ കേസില് രുക്മാബായിക്ക് അനുകൂലമായിട്ട് വിധി കിട്ടുകയാണ്. കോടതി രുക്മാബായിക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നു. ഈ റോബർട്ട് പിൻഹി എന്ന് പറയുന്ന ജഡ്ജിയാണ് ഇത് വിധിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള കോളിളക്കം ഉണ്ടായി. മറാത്ത പ്രവിശ്യയിലെ ബ്രാഹ്മണിസത്തിനേറ്റ ഏറ്റവും വലിയ അടികളിലൊന്നാണ് ഈ വിധി എന്ന് പറയുന്നത്. ഇതിനെതിരെ തിലക് തൻ്റെ 2 പത്രികകളിൽ കൂടി ആഞ്ഞടിക്കുന്നുണ്ട്.
ആഞ്ഞടിക്കുന്നത് പിൻഹ്യാചാര്യ മുഴുവൻ അതിന്റെ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ഒരു പറയുന്ന ഭാഷയല്ല. ഈ ഫേസ്ബുക്കിലൊക്കെ പറയുന്ന പോലെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്ന വലിയ ക്യാമ്പയിനാണ് ഈ 2 പത്രത്തിൽ കൂടിയും തിലക് നടത്തിയത്. അതിന്റെ ഫലമായിട്ട് മഹാരാഷ്ട്രയിലെ യാഥാസ്ഥിതിക ബ്രാഹ്മണർ ഒരുമിക്കുന്നു. ലോകമാന്യ എന്ന് പറയുന്ന പദം അവരാണ് തിലകിന് കൊടുക്കുന്നതെന്ന് ഓർക്കണം. കാരണം തങ്ങളുടെ നേതാവായിട്ട് ഒരു ലോകമാന്യൻ അവതരിക്കുകയാണ്. അങ്ങനെ ലോകമാന്യ എന്ന് പേര് കിട്ടുന്നു, ആഞ്ഞടിക്കുന്നു. ഈ രുക്മാബായി ഈ അപ്പീലിന് പോകുമ്പോഴേക്കും ഈ പറയുന്ന സാമൂഹ്യ സമ്മർദ്ദം വലുതാവുകയാണ്. വലിയ അർത്ഥത്തിൽ ഈ പത്രങ്ങൾ, മറാത്ത പത്രവും കേസരി പത്രവും ഈ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ യാഥാസ്ഥിതിക ബോധത്തിലേക്ക് കൊണ്ടുവരാണ്. തിലക് ഉന്നയിച്ചത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മതത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുമോ, സ്റ്റേറ്റിന് മതത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ. 1857 ആദ്യത്തെ കലാപം ഉണ്ടായപ്പോ അത് മതത്തിന്റെ വികാരങ്ങളെ ധംസിച്ചുകൊണ്ടാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് 1858 അന്നത്തെ ഇംഗ്ലീഷ് രാജ്ഞി മതകാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടില്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് സ്റ്റേറ്റിന് ഈ മതത്തിൽ ഇടപെടാൻ, സമുദായ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് തിലക് ചോദിച്ചത്. ഒരിക്കൽ തിലകിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറാത്ത സമൂഹത്തിലെ തന്നെ പുരോഗമനകാരികൾ, രുക്മാബായിക്കൊപ്പം നിന്ന പുരോഗമനകാരികള് ഇത് സമുദായ കാര്യമല്ല, മറിച്ച് മനുഷ്യാവകാശമാണ്, ഹ്യൂമൻ റൈറ്റ് ആണെന്ന് പറയുന്ന വാദമാണ് ഉയർത്തുന്നത്. ഈ സമ്മർദ്ദത്തിന്റെ ഒടുവില് ഈ അപ്പീൽ കൊടുത്തപ്പോ അപ്പീൽ കോടതി രുക്മാബായിക്ക് എതിരായിട്ടാണ് വിധിക്കുന്നത്. രുക്മാബായിക്ക് എതിരായിട്ട് വിധിക്കുന്നു. ആ വിധി ഇവർ ആഘോഷിക്കുന്നു. യാഥാസ്ഥിതിക ബ്രാഹ്മണ്യം വലിയ തരത്തിൽ ആഘോഷിക്കുന്നു. രുക്മാബായി 11-12 വയസ്സുള്ള കുട്ടി, അല്ലെങ്കിൽ ആ സമയത്ത് 15 വയസ്സൊക്കെ ഉണ്ടാവും. ഇവർ പക്ഷേ ഈ പുരോഗമനകാരികൾ അന്ന് KT തലാങ് എന്നൊക്കെ പറയുന്ന ആളുകള് ഒരു സമിതി ഉണ്ടാക്കി, രുക്മാബായിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കി. അവർ പൈസ പിരിച്ചു. എന്നിട്ട് ഈ ഭർത്താവിനെ കണ്ടു. അപ്പൊ ഇയാൾക്ക് കാശ് മതി, ഇയാൾക്ക് ഈ ഭാര്യനെ വേണമെന്നൊന്നുമില്ല, പൈസ മതി. 2000 രൂപ അയാൾക്ക് കൊടുത്തു. ഇനി കേസിനൊന്നും പോകരുത്, ഈ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. ഇയാൾ ഈ പൈസയും മേടിച്ചു പോയി, വേറെ കല്യാണം കഴിച്ചു, പിന്നെ കൊല്ലം മരിക്കുകയും ചെയ്തു. രുക്മാബായിയുടെ ജീവിതത്തിലെ ടേൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രുക്മാബായി അവിടുന്ന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നു. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഡോക്ടർ ആവുന്നു. ഡോക്ടറായിട്ട് MD, അന്ന് സ്ത്രീകൾക്ക് ഇംഗ്ലണ്ടിൽ ഈ MD ബിരുദത്തിന് പഠിക്കാൻ പറ്റില്ല. ബ്രസൽസിൽ പോകുന്നു. ബ്രസൽസിൽ പോയി അവിടുന്ന് MD എടുത്ത് MD ബിരുദം നേടി തിരിച്ചു വന്ന് ഇന്ത്യയിൽ സൂററ്റിലും രാജ്കോട്ടിലും ബോംബെയിലൊക്കെ ആയിട്ട് വലിയ ഡോക്ടറായിട്ട് തീരുന്ന, ഇന്ത്യയിലെ 2ാമത്തെ ലേഡി ഡോക്ടറാണ്. ആദ്യത്തെ ആനന്ദിബായി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഈ 2ാമത്തെ ലേഡി ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. 1955 മരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായിട്ട് തീരുന്നു. രുക്മാബായിയെ സംബന്ധിച്ച ഒരു സിനിമ അടുത്ത കാലത്ത് വരികയുണ്ടായി. രുക്മാബായി തന്നെയാണ് അതിന്റെ പേര്. അപ്പൊ ഇതാണ് ഈ രുക്മാബായിയുടെ പിൽക്കാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ പറയുന്ന പത്രിക ഉപയോഗിച്ചിട്ട്, അല്ലാതെ സ്മൃതി ഉപയോഗിച്ചിട്ടല്ല, മനുസ്മൃതിയോ മറ്റേതെങ്കിലും ശ്രുതിയോ അല്ലെങ്കിൽ പുരാണോക്തങ്ങളായിട്ടുള്ള എന്തെങ്കിലും തിയറി ഉപയോഗിച്ചിട്ടല്ല ഇവര് വെട്ടിക്കളഞ്ഞത്. ഇവര് വെട്ടിക്കളയുന്നത് മാധ്യമം എന്ന് പറയുന്ന ഈ സംഗതി ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ മറാത്ത പ്രവിശ്യയില് രമാബായി ഡോങ്കെ എന്ന് പറയുന്നത്, ഇന്നും ഈ പറഞ്ഞ പോലെ പണ്ഡിത രമാബായി എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ, ഒരുപക്ഷെ നമ്മള് ഈ വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് പഠിക്കും. ഈ വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയി വിവിധ മതസ്ഥരെ അല്ലെങ്കിൽ വെള്ളക്കാരെ അഭിസംബോധന ചെയ്തപ്പോൾ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പ്രസംഗിച്ചപ്പോൾ അത് പുതിയ ഒരു തെളിച്ചുണ്ടാക്കി, അത് പുതിയ തരത്തിൽ അത് ഇന്ത്യയിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കും. അതേ സമ്മേളനത്തിൽ പ്രസംഗിച്ച ആളാണ് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി അതേ മതസമ്മേളനത്തിൽ, സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ ഹിന്ദുമതം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ ഉള്ളിലെ വലിയ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റിയാണ് അവരവിടെ സംസാരിച്ചത്. അതാരും ഒരർത്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വിവേകാനന്ദന്റെ വലിയ തരത്തിൽ കൊണ്ടാടുമ്പോൾ അതേ സമ്മേളനത്തിൽ പ്രസംഗിച്ച രമാബായിയുടെ പ്രസംഗം
ഒരാളും ഇപ്പോഴും ഒരു പാഠപുസ്തകത്തിലും പറയുന്നില്ല, ഒരാൾ അനുസ്മരിക്കുന്നില്ല. പണ്ഡിത രമാബായി ഇതേപോലെ തന്നെ ചിത്പാവൻ കുടുംബത്തിലാണ് ജനിച്ചത്. ഒരുപക്ഷെ ഇന്ത്യൻ ഫാസിസത്തിന്റെ തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്ന ചിത്പാവൻ കുലത്തിൽ തന്നെയാണ് രമാബായി ജനിക്കുന്നത്. രമാബായി ജനിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനമ്മയൊക്കെ മരിച്ചു. രമാബായി വലിയ തരത്തിലുള്ള പണ്ഡിതയായിരുന്നു. വേറൊരർത്ഥത്തില് ഒരർത്ഥത്തില് വണ്ടർഫുൾ കിഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അത്രയും ധൈഷണികതയുള്ള ഒരു സ്ത്രീയായിരുന്നു. 12 വയസ്സിൽ 12,000 ശ്ലോകം പഠിച്ചു എന്നാണ് മീരാ കോസാംബി, പണ്ഡിത രമാബായിയുടെ ജീവചരിത്രം എഴുതിയ മീരാ കോസാംബി പറയുന്നത്. ഇങ്ങനെ 12,000 ശ്ലോകം പഠിച്ച കുട്ടി അച്ഛനമ്മയും മരിച്ചപ്പോ ആരും ഇല്ലാതാവുന്നു. അവര് ബംഗാളി പോകുന്നു. ബംഗാളി പോയിട്ട് ബ്രഹ്മസമാജത്തിൽ ചേരുകയാണ്. അന്നത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ബ്രഹ്മസമാജത്തിൽ അംഗമാവുന്നു. ഒരു ബ്രഹ്മസമാജിയെ കല്യാണം കഴിക്കുന്നു. പക്ഷേ പ്ലേഗിന്റെ ബാധയിൽ ഭർത്താവ് മരിക്കുന്നു. ഇവര് തിരിച്ച് മറാത്ത പ്രവിശ്യ വരികയാണ്. തിരിച്ച് മറാത്ത പ്രവിശ്യ വന്നിട്ട് അവിടെ വിദ്യാഭ്യാസത്തിനായി, സ്ത്രീകളുടെയും വിധവകളുടെയും വിദ്യാഭ്യാസത്തിനായി പല തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് തിലക് എതിർക്കാൻ തുടങ്ങുന്നത്. അവര് ഒരു ഘട്ടത്തില് അവര് ക്രിസ്ത്യാനിയാവുന്നു, ക്രിസ്തുമതം സ്വീകരിക്കുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു, അവിടെ നിന്ന് പെൻസിൽവാനിയെ പോകുന്നു, വീണ്ടും തിരിച്ചു വന്ന് ശാരദാ സദൻ എന്ന് പറയുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നിരവധി സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോഴത്തിലക് ഈ പറഞ്ഞ പോലെ കേസരിയുടെ താളുകള് അവർക്കെതിരെ വിനിയോഗിക്കുകയാണ്. അവരെ പണ്ഡിത എന്നല്ല വിളിക്കേണ്ടത്, റവറണ്ട എന്നാണ് വിളിക്കേണ്ടതെന്ന് പരിഹസിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു മതത്തിൽ പെട്ട ആളാണ്. ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ മറവിൽ മതപ്രചരണമാണ് നടത്തുന്നതെന്ന അർത്ഥത്തില് രമാബായിയെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ രമാബായിയെ പറയാത്ത ഒന്നുമില്ല. അത്രയും ഈ പറയുന്ന അബ്യൂസീവ് ലാംഗ്വേജിലാണ് ഈ കേസരിയും മറാത്തിയും അന്ന് ഈ വലിയ തരത്തിൽ ഇവർക്ക് നേരെ തീ തുപ്പിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലെ വലതുപക്ഷം മാധ്യമങ്ങളുടെ ചിറകിലാണ് വലുപ്പം വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാധ്യമ ചരിത്രം എന്ന് പറയുന്നത്, തിലകിന്റെ തന്നെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഫുൽമണി റായ് കേസ് ഉണ്ട്. ഫുൽമണി എന്ന് പറയുന്ന 11 വയസ്സായ ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഈ പറഞ്ഞ മാതിരി പ്രായം ചെന്ന ഒരാളാണ്. ഈ ഹരികൃഷ്ണ മൈത്തി എന്ന് പറയുന്ന ഒരാളാണ് കല്യാണം കഴിക്കുന്നത്. ഈ കല്യാണം കഴിച്ചിട്ട് നിർബന്ധിതമായ ലൈംഗിക ബന്ധത്തിന് വീഴ്ചയ്ക്ക് ശ്രമിക്കുകയും അതില് ഈ കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. മരിച്ചു പോയപ്പോ തിലക്, നിങ്ങൾ ശ്രദ്ധിക്കണം, തിലക് നിൽക്കുന്നത് ഈ ഭർത്താവിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ തരത്തില് ഒരു പക്ഷേ ഇന്ത്യൻ വലതുപക്ഷ വൽക്കരണത്തിന് ഏറ്റവും വലിയ വെള്ളവും വളവും കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന മാധ്യമങ്ങളാണെന്ന് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മാധ്യമ ചരിത്രത്തിൽ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇന്ത്യയില് 19-ാം നൂറ്റാണ്ടിന്റെ പകുതി തൊട്ട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടതാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വലിയ ആവേഗവും അതിനുശേഷം വന്നിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങളുമാണ് ഇവയെ ഈ പറയുന്ന മാധ്യമങ്ങളെ, വലതുപക്ഷ മാധ്യമങ്ങളെ മുഴുവൻ പുറകോട്ട് തള്ളി നീക്കിയത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന് ശേഷമുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഊർജം എവിടെ നിന്നാണ് വന്നത്? ആ ഊർജം വരുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ നിന്നാണ്. അത് ഭരണഘടനയുടെ മൂല്യങ്ങളിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അംബേദ്കർ ഈ അവസാനം ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അന്തിമ സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഇന്ന് വളരെ വൈകിയാണ് തുടങ്ങിയതെന്നുള്ളതുകൊണ്ട് ഈ അന്തിമ പ്രസംഗം, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അദ്ദേഹം നടത്തിയ അന്തിമ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഊന്നി പറയുന്ന കാര്യം, നമ്മൾ ജനാധിപത്യത്തിൽ എന്തിനെ വിളിക്കുക? കാരണം നമ്മൾ ഇത്രയും കാലത്ത് അനുഭവിച്ചിട്ടില്ല. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു, നമ്മൾ നാട്ടുരാജാക്കന്മാരുടെ കീഴിലായിരുന്നു. 1951 ഇലക്ഷനിലാണ് ആദ്യമായി ഇന്ത്യയിലെ മനുഷ്യര് പൂർണ്ണാർത്ഥത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുന്നത്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും തങ്ങളെ ഭരിക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന 1951 അതുവരെ ഈ പ്രാക്ടീസ് നമുക്കില്ല. ഈ പ്രാക്ടീസ് നമുക്കില്ലാത്തത് കൊണ്ട് ജനാധിപത്യം എന്താണെന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകണം. അപ്പൊ ഭരണഘടനയില് ജനാധിപത്യം എന്നും മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയോണ്ട് ഇതൊന്നും താഴേക്ക് വരില്ല. മറിച്ച് അതിനെപ്പറ്റിയുള്ള ബോധം അടിത്തട്ടിൽ ഉണ്ടാവണം.
അതുകൊണ്ട് അംബേദ്കർ ജനാധിപത്യത്തെ ഡിഫൈൻ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഡിഫൈൻ ചെയ്യുന്നത് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്, 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും, എല്ലാവരും പോയി വോട്ട് ചെയ്യും, വോട്ട് ചെയ്യുന്നതിൽ വോട്ട് എണ്ണി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, അതിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രിയാവും. ഇതല്ല ജനാധിപത്യം. ഇത് ജനാധിപത്യത്തിന്റെ സാങ്കേതിക വശമാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ടാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക്കൽ പാർട്ട്, അതല്ല ജനാധിപത്യം. അത് ജനാധിപത്യത്തിന്റെ എസെൻഷ്യൽ പാർട്ടാണ്, പക്ഷെ ടെക്നിക്കൽ പാർട്ടാണ്. അതേസമയം ജനാധിപത്യം എന്തെന്ന് ഡിഫൈൻ ചെയ്യാൻ അംബേദ്കർ മുതിരുന്നത് 3 പ്രധാന മൂല്യങ്ങളെ മുന്നിൽ നിർത്തിയാണ്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന ഭരണഘടന മുന്നോട്ട് വെച്ച 3 പ്രധാനപ്പെട്ട മൂല്യങ്ങളെ മുൻനിർത്തി ഇന്ത്യൻ സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. അല്ലാതെ വോട്ട് ചെയ്യലല്ല ജനാധിപത്യം. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാന മൂല്യങ്ങളെ മുൻനിർത്തി ഇതൊന്നുമില്ലാത്ത ഇന്ത്യൻ സൊസൈറ്റിയെ, ഇത് പരിമിതപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്, പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം ചെയ്യേണ്ടതെന്ന് ഊന്നി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സോഷ്യൽ ഡെമോക്രസി അത് ഏതെങ്കിലും നിലയ്ക്ക് തടസ്സപ്പെട്ടാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ഫ്രെയിം മാത്രവും. ഈ ഫ്രെയിം മാത്രമായി കഴിഞ്ഞാൽ ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ കൂടെ വലിയ ഫാസിസത്തിന് കടന്നിരിക്കാൻ പറ്റും. ഇന്നലെ വരെ കടന്നിരിക്കാൻ പറ്റാത്ത തരം ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടിലൂടെ ഫാസിസത്തിന് കടന്നിരിക്കാൻ പറ്റും അന്നേ പറയുന്നുണ്ട്. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ജനാധിപത്യ മൂല്യങ്ങളെ അല്ലെങ്കിൽ ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയത്തെ, ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ റീഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിന് അതിനെ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ്, അതിനൊരു ത്വരകമായി വർദ്ധിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് നിലനിർത്തിയാലോ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വിലയുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും വിലയില്ല. ആരെങ്കിലും വിളിച്ചു പറയുന്ന ആളുകളായി നമ്മൾ ഈ സൈബർ പോരാളികൾ എന്നൊക്കെ പറയുന്ന ആളുകളായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഈ 3 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ നിരന്തരമായിട്ട് പുതുക്കിപ്പടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കാണാത്ത ഇന്നിക്വാളിറ്റി അപ്പൊ കാണും. ഇപ്പൊ ഒരു കാലത്ത് ഈ ജെൻഡർ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഫാമിലിയിലുള്ളിൽ ജെൻഡർ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കൊന്നും പരിചയമില്ല. ഇപ്പൊ നമുക്ക് അതറിയാം. അതറിയുന്നതിന്റെ കാരണം എന്താ? ഈ പ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിന് തടസ്സമിട്ട് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് അത് നിഷ്ഫലമാകും, നിഷ്ക്രിയമാകും. അതിന്റെ ഫ്രെയിമിൽ കൂടി ഏറ്റവും വലിയ ഫാസിസം കയറിയിരിക്കുകയും ചെയ്യും. ഈ ഫാസിസത്തിന്റെ ഇപ്പോഴത്തെ ഒരു ബലം എന്ന് പറയുന്നത് ഹിറ്റ്ലർക്ക് ഉണ്ടായില്ല. ഹിറ്റ്ലർ മുസോളിനിയൊക്കെ 19 മാസം 20 മാസം അല്ലെങ്കിൽ 5 കൊല്ലമൊക്കെ നിന്നിട്ടുള്ള പ്രതിഭാസമാണെന്ന് പറയാം. ഇന്ത്യയിൽ തന്നെ 19 മാസമായിരുന്ന അടിയന്തരാവസ്ഥ. ഹിറ്റ്ലറുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 5 or 10 കൊല്ലം മാത്രമേ നിന്നിട്ടുള്ളൂ. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ടെക്നോളജി വന്നോടുകൂടി, സർവൈലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നോടുകൂടിയിട്ട് ഓരോരുത്തരും എവിടെയുണ്ടെന്ന് അറിയാവുന്ന തരത്തിലുള്ള ഒരു ശക്തി ഭരണകൂടത്തിന് കൈവരികയാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ശക്തി ഈ ഭരണകൂടത്തിനുണ്ട്. അതെന്തും ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് എല്ലാ തരത്തിലുള്ള ഡെമോക്രാറ്റിക് പ്രാക്ടീസിനെയും സാങ്കേതികം മാത്രമാകും. ഇപ്പൊ ഈ വോട്ട് ചോരിയിലൊക്കെ സംഭവിക്കുന്ന അതാണല്ലോ. വോട്ട് അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അത് സാങ്കേതിക പ്രക്രിയ ആവുന്നു. നമ്മൾ പോയി നമ്മുടെ സമാധാനത്തിന് വോട്ട് ചെയ്ത് വരിക എന്നല്ലാതെ അത് വരുന്ന റിസൾട്ട് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നു. ഇങ്ങനെ എല്ലാം സാങ്കേതിക പ്രക്രിയകളെയും അത് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് അതിന്റെ സത്ത മുഴുവൻ ചോർത്തിയെടുക്കാന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിന് തന്നെ ഒരർത്ഥത്തിൽ ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യൻ ഡെമോക്രസി കടന്നു പോകുന്നതെന്നറിയാം. അപ്പൊ മാധ്യമ പ്രവർത്തകർ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഇടപെടുന്ന, സോഷ്യൽ പ്രോസസ്സിൽ ഇടപെടുന്ന മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ അന്തിമ പ്രസംഗം നമ്മൾ ഓർക്കണം. ഈ പറയുന്ന തരത്തിൽ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭരണഘടന മുന്നോട്ട് വെച്ച 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ആഞ്ഞു മുഴുകേണ്ട ഒരു കാലമാണ് ഇത്. അത് പൊളിറ്റീഷ്യന്റെ രീതി ചെയ്യും,
സാംസ്കാരിക പ്രവർത്തകർ രീതി ചെയ്യും, മാധ്യമ പ്രവർത്തകരുടെ രീതി ചെയ്യണം. ഓരോരുത്തരും ആ തരത്തിലുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക്, പുതിയ രാഷ്ട്രീയ രംഗത്തേക്കാണ് ഒരു പക്ഷേ ഇന്ത്യൻ ജനത നീങ്ങേണ്ടത്. ഒരുപക്ഷെ വയറൊക്കെ ചെയ്യുന്നത് ആ അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 10 കൊല്ലമായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റൻസിന്റെ ഒരു തരി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യാശ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നാളായിരിക്കും, ചിലപ്പോൾ അതൊരു വലിയ നക്ഷത്രമായിരിക്കും. ഇത് ഒരു നാളമായ പ്രത്യാശയെ നിലനിർത്താൻ വേണ്ടി ഇന്ത്യയിൽ ഇതേപോലെയുള്ള ഒരു സമാന്തര പത്രപ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഇടപെടലുകളാണ് ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്തൊക്കെ എത്തുമ്പോൾ വൈകും. ഇപ്പം ഇവരൊക്കെ എത്രയോ മുമ്പ് ഈ വോട്ട് ചോരിയെ പറ്റി പറഞ്ഞിരുന്നു, ഒരാളും ശ്രദ്ധിച്ചിരുന്നില്ല. എത്രയോ ബദൽ പ്രസിദ്ധീകരണങ്ങൾ ഈ വോട്ട് ചോരിയെ സംബന്ധിച്ചും ഈ വോട്ടിംഗ് പ്രോസസ്സിന്റെ ഒരർത്ഥത്തില് അതിൽ നടക്കുന്ന കൊള്ളയെ പറ്റിയൊക്കെ എത്രയോ പേര് സംസാരിച്ചിരുന്നു. ഇതിന്റെ ഒരു അന്തിമ ഫലമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ അർത്ഥത്തില് പ്രത്യാശയെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരിക എന്ന് പറയുന്ന പണി 10 വർഷം മടുക്കാതെ ചെയ്ത ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. രാജേഷിന്റെ ഓർമ്മ ജ്വലിക്കുന്നത് ആ കയ്യിലേക്ക് സമ്മാനം കൊടുക്കുമ്പോഴാണ്. അങ്ങനെയാണ് മനുഷ്യര് ഈ പറയുന്ന തരത്തില് മനുഷ്യത്വത്തിന്റെ വാഹകരായിട്ട് മാറുന്നതും അതിങ്ങനെ തുടർന്നു പോകുന്നതും. എന്തായാലും സമയം വൈകിയോണ്ട് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. അതിന്റെ വർത്തമാന കാലത്തേക്കൊന്നും ഞാൻ വരുന്നില്ല. ഒരു ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യം ഇതാണ്. വലതുപക്ഷ പത്രപ്രവർത്തനത്തിന് അതിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം ഇല്ലാതിരുന്നെന്ന് വിചാരിക്കരുത്. അത് വലിയ ക്യാൻസറും വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഠിക്കണം. അത് പഠിച്ചാലോ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, വലതുപക്ഷത്തിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു മീഡിയ എന്നുള്ളത് ഇന്ത്യയിൽ നമ്മൾ ഓർക്കണം. എന്നെ ഇതിന് ക്ഷണിച്ച എല്ലാവർക്കും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് സൈഫുദ്ദീന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.